നമസ്കാരം. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചു കഴിഞ്ഞു. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ തന്നെയാണ് ഈ സീസണിലും അവതാരകൻ. ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസ് ഒരുപാട് പ്രത്യേകതകളോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ നാടകീയമായ രംഗങ്ങളും അപ്രതീക്ഷിത സംഭവങ്ങളും അരങ്ങേറി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിഗ് ബോസ് ഹൗസിലെ നിയമലംഘനങ്ങളെ തുടർന്ന് ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു. ഹൗസ്മേറ്റ്സ് വ്യക്തിപരമായ സാധനങ്ങൾ ഉപയോഗിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതാണ് ഈ നടപടിക്ക് കാരണം. ക്യാപ്റ്റൻ ഷാനവാസ് ഹൗസ്മേറ്റ്സിന്റെ അച്ചടക്കമില്ലായ്മയ്ക്ക് ക്ഷമാപണം നടത്തുകയും അരുൺ, നൂറ, ഗിസേൽ എന്നിവർ നിയമലംഘനങ്ങൾ നടത്തിയതായി സമ്മതിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഷോ വീണ്ടും ആരംഭിച്ചു. ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുമ്പോഴും പ്രേക്ഷകരെ കൂടുതൽ പിടിച്ചിരുത്തുന്ന കരച്ചിൽ സ്ട്രാറ്റജികളും നന്നായി നടക്കുന്നുണ്ട്. ബോഡി ഷേമിംഗ് പരാമർശവുമായി എത്തിയ മത്സരാർത്ഥിയായ ജിസയിൽ തക്രാളാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. സഹമത്സരാർത്ഥിയായ അനുമോളുടെ ഉയരത്തെയാണ് ജിസയിൽ പരിഹാസപൂർവ്വം സൂചിപ്പിച്ചത്. 7 പണിയെന്ന് ടാഗ് ലൈൻ നൽകിയിരിക്കുന്ന ഇത്തവണത്തെ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു. അവയെല്ലാം പണിമുറി എന്ന സ്ഥലത്ത് വെച്ച് ബിഗ് ബോസ് പൂട്ടിയിരിക്കുകയാണ്. മത്സരങ്ങളിൽ ജയിക്കുന്നവർക്ക് മാത്രമാണ് സാധനങ്ങൾ എടുക്കാനുള്ള അനുവാദം. എന്നാൽ ബിഗ് ബോസിന്റെ നിർദ്ദേശത്തെ മറികടന്ന് പല മത്സരാർത്ഥികളും വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കുന്നത് ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനിടയിൽ ബിഗ് ബോസ് തനിക്ക് നൽകിയിരിക്കുന്ന ടോപ്പ് കീറിപ്പോയെന്നും ധരിച്ചിരിക്കുന്ന വസ്ത്രം ബിഗ് ബോസ് തന്നതാണെന്നും ജിസയിൽ ഒരു പരാമർശം നടത്തി. ഈ പരാമർശത്തെ അനുമോൾ വിമർശിച്ചു. പ്രകോപിതയായ ജിസയിൽ അനുമോളുടെ അടുത്തേക്ക് എത്തി പറഞ്ഞതാണ് ബോഡി ഷേമിംഗ് രീതിയിലേക്ക് എത്തിയത്. ഞങ്ങളൊക്കെ നീളവും വണ്ണവും ഒക്കെ ഉള്ളവരാണെന്നും അല്ലാതെ ഇതുപോലല്ലെന്നുമാണ് ജിസയിൽ പറഞ്ഞത്. ഉയരത്തിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ അനുമോൾക്ക് പിന്തുണയുമായി ആദില, നൂറ അടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തിയെങ്കിലും അനുമോൾ ഉടൻ ബാത്റൂം ഏരിയയിലേക്ക് പോയി പൊട്ടിക്കരയുകയായിരുന്നു. ഉയരത്തിന്റെ പേരിൽ കുട്ടിക്കാലം മുതൽ ഇത്തരം കളിയാക്കലുകൾ ലഭിക്കുന്നുണ്ടെന്നും അഭിനയിക്കാൻ ലഭിച്ച അവസരങ്ങളും പലപ്പോഴും അക്കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അനുമോൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസിലെ ബോഡി ഷേമിംഗുമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ഇനി വരും എപ്പിസോഡുകളിൽ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.